ഗാസ മുനമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 32 പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു. 54 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനായി അന്താരാഷ്ട്ര ഇടപെടലുകൾ തുടരുന്നതിനിടെയാണ് ആക്രമണം. ഹമാസ് തീവ്രവാദികളുടെ താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേലി സൈന്യം പ്രതികരിച്ചു. തായ്വാന് ചുറ്റും 2 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും വീണ്ടും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 2 വിമാനങ്ങളിൽ 1 വിമാനവും തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്നിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാഖ് വിദേശകാര്യമന്ത്രി ഫുവാദ് ഹുസൈനും ഒമാനി വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് ബിൻ ഹമൌദ് അൽ ബുസൈദിയും 2 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. നയതന്ത്ര പഠന പരിശീലന മേഖലകളിലെ സഹകരണത്തോടൊപ്പം രാഷ്ട്രീയ സഹകരണവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ബാഗ്ദാദിൽ നടന്ന സംയുക്ത ഇറാഖി ഒമാനി കമ്മിറ്റിയുടെ 9ാം സെഷനിൽ വെച്ചാണ് ഇരു നേതാക്കളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. നൈജീരിയയിൽ ക്രിസ്മസ് പരിപാടികളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണവും വസ്ത്രങ്ങളും വാങ്ങാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ചു. 2 വ്യത്യസ്ത ഇടങ്ങളിൽ നടന്ന പരിപാടികൾക്കിടെയാണ് അപകടമുണ്ടായത്. തെക്ക് കിഴക്കൻ സംസ്ഥാനമായ അനംബ്രയിലെ ഒക്കിജയിലാണ് ആദ്യത്തെ അപകടമുണ്ടായത്. നൈജീരിയയുടെ തലസ്ഥാനമായ അബുജയിലെ മൈദാമ ജില്ലയിലാണ് മറ്റൊരു അപകടമുണ്ടായത്. ഈ മാസം 18-ന് തെക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ ഇബാദൻ നഗരത്തിലും സമാനമായ അപകടമുണ്ടായി.